ഇനി നമുക്ക് മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞൊരു സംഭവം ഉണ്ട് ഇതിൽ, അതാണ് നോക്കാനുള്ളത്. പേര് തന്നെയാണ് മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. പറഞ്ഞാൽ ഒരുപാട് രാജ്യങ്ങൾക്ക് ധനസഹായം ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓക്കെ, അപ്പോൾ കുറേ കൺട്രികൾ ചേർന്നിട്ടുണ്ടാക്കിയ ഒരു ഫിനാൻഷ്യൽ ഹെൽപ്പിന് വേണ്ടിയിട്ടുണ്ടാക്കിയ കുറച്ച് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഡെവലപ്മെൻറ്റ്, അതുപോലെ പോവർട്ടി ഇറാഡിക്കേഷൻ, എംപ്ലോയ്മെൻറ്റ്, പിന്നെ എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഫ്ലക്ച്വേഷനൊക്കെ നിയന്ത്രിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൽ പ്രധാനമായിട്ടുള്ളത് വേൾഡ് ബാങ്കാണ്. പിന്നെ IMF ഉണ്ട്, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. എല്ലാം കേൾക്കുമ്പോൾ ആലോചിക്കുക, ഇതെല്ലാം ഫിനാൻഷ്യൽ ഹെൽപ്പ് നൽകുന്നതാണ് പല പല രാജ്യങ്ങൾക്ക്. ഇന്ത്യയും അതിൻ്റെ ഒരു സഹായം സ്വീകരിക്കുന്ന രാജ്യം തന്നെയാണ്. പിന്നെ ഇൻ്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ ഉണ്ട്, IFC. അതുപോലെ യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഉണ്ട്, ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ട്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ട്, അതുപോലെ യൂറോപ്യൻ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്, അതുപോലെ ഇൻ്റർ അമേരിക്കൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഗ്രൂപ്പ് ഉണ്ട്, ആഫ്രിക്കൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ട്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് പോലെ ആഫ്രിക്കൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഉണ്ട്. അപ്പോൾ ഇത് ആലോചിച്ച് വയ്ക്കാനൊക്കെ സുഖമാണ്. ഏഷ്യൻ ഡെവലപ്മെൻറ്റ്, ആഫ്രിക്കൻ ഡെവലപ്മെൻറ്റ് ബാങ്ക്, യൂറോപ്യൻ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്, അങ്ങനെ ഓരോ റീജിയനായിട്ട്, മനസ്സിലായല്ലോ. അതുപോലെ ഏഷ്യൻ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ഉണ്ട്. പിന്നെ ഇപ്പം ലാസ്റ്റായിട്ട് ബ്രിക്സിൻ്റെ ബാങ്ക് തുടങ്ങിയിട്ടുണ്ട്. ബ്രസീൽ, റഷ്യ, അതിൻ്റെ ബ്രിക്സിൻ്റെ ബാങ്ക് ഉണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ ഡെവലപ്മെൻറ്റ് അസോസിയേഷൻ ഉണ്ട്, IDA. അത് വളരെ പ്രാധാന്യമുള്ളൊരു സംഭവമാണ്. പിന്നെ അറബ് പെട്രോളിയം ഇൻവെസ്റ്റ്മെൻറ്റ് കോർപ്പറേഷൻ. ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അപ്പോൾ ഇത്തരം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലക്ഷ്യം ഇത് തന്നെയാണ്, ഓരോരോ മേഖലയുടെ സുസ്ഥിരമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്, മനസ്സിലായല്ലോ. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് IMF, ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഇത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് കെയിം ടു എക്സിസ്റ്റൻസ് 1945 ഇത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബ്രിട്ടൻ വുഡ് ടിൻസ് എന്ന് പറഞ്ഞില്ലേ നമ്മൾ, ബ്രിട്ടൻ വുഡ് ടിൻസ് എന്ന് പറയുമ്പോൾ വേൾഡ് ബാങ്ക്, IMF, അപ്പോൾ അതിലൊന്നാണ് ഈ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഓക്കെ, ഇത് 1947 ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് ആരംഭിക്കുന്നത്. അപ്പോൾ ഇൻ്റർനാഷണൽ മോണിറ്ററി സിസ്റ്റത്തിൻ്റെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് IMF. ഓക്കെ, എല്ലാം IMFൽ കേന്ദ്രീകൃതമാണ്. അതൊരു ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനാണ്. ഗ്ലോബൽ ഫിനാൻഷ്യൽ സിസ്റ്റം ഒബ്സർവ് ചെയ്യുന്നു, എക്സ്ചേഞ്ച് റേറ്റിനെ ഒബ്സർവ് ചെയ്യുക, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്, അതുപോലെ ഫൈനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സ്ഥാപനമാണ് IMF. ഓക്കെ, അപ്പോൾ IMFലും 185 കൺട്രികളുണ്ട്. ലാസ്റ്റ് ജോയിൻ ചെയ്ത കൺട്രി മോണ്ടിനെഗ്രോ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് അവസാനമായിട്ട് ജോയിൻ ചെയ്ത കൺട്രി. പിന്നെ 2700ഓളം സ്റ്റാഫുകളുണ്ട്. ഇതൊക്കെ ഓർത്തു വയ്ക്കുക തന്നെ വേണം. പിന്നെ ഇതിൻ്റെ മെയിൻ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് സ്വാഭാവികമായിട്ട് USA വാഷിങ്ടൺ. ഓക്കെ, അപ്പോൾ ഇതാണ് IMFൻ്റെ ഒരു ഘടന. 1945 തുടങ്ങി 1947 ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ് നടത്തി. 185 മെമ്പർ കൺട്രികളുണ്ട്. മോണ്ടിനെഗ്രോ ലാസ്റ്റ്, അങ്ങനെ പോകുന്നത്. പിന്നെ നമുക്ക് IMFൻ്റെ ഒബ്ജക്റ്റീവ്സാണ് ഉള്ളത്. ഓക്കെ, അതിൽ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഡിസീക്വിലിബ്രിയം എലിമിനേറ്റ് ചെയ്യുക. ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ഡിസീക്വിലിബ്രിയം എലിമിനേറ്റ് ചെയ്യുക പറഞ്ഞാൽ കൺട്രികൾ തമ്മിലുള്ള കച്ചവടത്തിൽ വലിയ തോതിലുള്ള ഡെഫിസിറ്റ് വരുന്ന സമയത്ത് ആ ഡെഫിസിറ്റിനെ എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ്. ഓക്കെ, ഒരു ചുരുക്കം ചില കൺട്രികൾക്ക് ധാരാളമായിട്ട് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് വരുമ്പോൾ എക്കോണമിക്ക് അതൊരു ബാധ്യതയാണ്. സോ അതെങ്ങനെ മറികടക്കുക എന്നുള്ളതാണ്. അപ്പം ഫസ്റ്റ് ടു എലിമിനേറ്റ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിസീക്വിലിബ്രിയം. ഓക്കെ,
പിന്നെ അതുപോലെ ബാക്ക്വേർഡ് ആൻഡ് അണ്ടർ ഡെവലപ്ഡ് കൺട്രികളെ പ്രൊമോട്ട് ചെയ്യുക. എളുപ്പമല്ലേ? അതാണ് ഈ ശരിക്കും IMF ഒക്കെ ഏറ്റവും കൂടുതൽ എന്നിട്ടും ഇപ്പോഴും ദാരിദ്ര്യമൊക്കെ ഉണ്ട്. കാരണം ഈ IMF, വേൾഡ് ബാങ്ക് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂനതയായിട്ട് പറയുന്നത് ദേ വിൽ ഓൾവേസ് ഈ എന്താ യൂറോപ്യൻ കൺട്രികളെ ദേ വിൽ ഓൾവേസ് ബാക്കപ്പ് യൂറോപ്യൻ കൺട്രികളെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന, ബാക്കപ്പ് ചെയ്യുന്ന ഒരു സ്വഭാവമാണ് ഈ IMFനും വേൾഡ് ബാങ്കിനും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഒരു ഡ്രോബാക്കായിട്ട് അത് പറയാറുണ്ട്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടെന്നൊന്നും അറിയില്ല. എനിവേ, ഈ പുവർ കൺട്രികളെ അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രികളെ പ്രൊമോട്ട് ചെയ്യുക ഇൻവെസ്റ്റ്മെൻറ്റിൽ, അത് വേറൊരു ലക്ഷ്യമാണ്. പിന്നെ എക്സ്ചേഞ്ച് കൺട്രോള് എന്ത് ചെയ്യുക, എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യുക എന്നുവെച്ചാൽ ഈ കറൻസിയുടെ മൂല്യം, രാജ്യങ്ങളുടെ കറൻസിയുടെ മൂല്യം വലിയ തോതിൽ ഇടിയുന്ന സമയത്ത് അതിനെ ആ കറൻസീൻ്റെ എക്സ്ചേഞ്ച് കൺട്രോൾ ഏറ്റെടുക്കുക. മനസ്സിലായല്ലോ? അപ്പം പല പേപ്പറിലൊക്കെ വായിക്കുന്ന നിങ്ങൾ പലപ്പോഴായിട്ട് വായിച്ചു പോയിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ. കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇൻഫ്ലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കറൻസീൻ്റെ മൂല്യം വളരെയധികം ഇടിയുന്ന അവസ്ഥകളുണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ IMFൽ നിന്ന് അവർക്ക് ടെക്നിക്കൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസുകളൊക്കെ കിട്ടാറുണ്ട് കറൻസീൻ്റെ മൂല്യം പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മളിതെല്ലാം വായിച്ചു പോകുന്നതാണ് പേപ്പറിൽ. അപ്പോൾ അതൊക്കെ ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ടു എലിമിനേറ്റ് എക്സ്ചേഞ്ച് കൺട്രോൾ. മനസ്സിലായല്ലോ? പിന്നെ സ്റ്റേബിൾ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്, സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, സ്റ്റേബിളായിട്ടുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് കൊണ്ടുവരിക. ഓക്കെ. അതുപോലെ ഇൻ്റർനാഷണൽ മോണിറ്ററി കോപ്പറേഷൻ ഒന്നുകൂടി പ്രൊമോട്ട് ചെയ്യുക. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ ബാലൻസ്ഡ് എക്കണോമിക് ഗ്രോത്ത്, നിങ്ങൾ ഈ ഇതിലൊക്കെ പഠിച്ച ബിസിനസ് എൻവയോൺമെൻറ്റിൽ പഠിച്ചതാണ്. അതുതന്നെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരിക. അതൊരു രാജ്യത്തിനാണെങ്കിൽ ഇത് മൊത്തം രാജ്യങ്ങളിലാണെന്ന് മാത്രം. പിന്നെ മൾട്ടിലാറ്ററൽ ട്രേഡും പേയ്മെൻറ്റ് സിസ്റ്റമൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക. ഓക്കെ. ഇതൊക്കെയാണ് IMFൻ്റെ പ്രധാനപ്പെട്ട ഓബ്ജക്റ്റീവ്സ്. അപ്പം എളുപ്പമാണ് ഓർത്ത് വയ്ക്കാൻ. റിഡ്യൂസ് പോവർട്ടി ആൻഡ് പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ടു ദ കൺട്രീസ്. മനസ്സിലായല്ലോ? റെഡ്യൂസ് എക്സ്ചേഞ്ച് കൺട്രോൾ, പിന്നെ ടു സ്റ്റെബിലൈസ് പ്രൈസ് ഓഫ് വേരിയസ് കറൻസീസ്, ടു പ്രൊമോട്ട് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ അസിസ്റ്റൻസ് ടു ദ പുവർ ആൻഡ് ബാക്ക്വേർഡ് കൺട്രീസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം അതിൻ്റെ ഒരു രൂപം മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് IMFൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? നെക്സ്റ്റ് ഉള്ളത് IMFൻ്റെ ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ എക്കണോമിക് ആൻഡ് മോണിറ്ററി മാറ്റേഴ്സിൽ അഡ്വൈസ് കൊടുക്കുക. പിന്നെ മോണിറ്ററി റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ട് ഇവരുടെ കയ്യിൽ. ഈ ഫണ്ടിൽ നിന്ന് പല പല രാജ്യങ്ങളുടെ കറൻസിയാണ് ഈ ഫണ്ടിലുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഏറ്റവും കൂടുതലുണ്ടായിരിക്കും സ്വാഭാവികമായിട്ടും US ഡോളർ ആയിരിക്കും. ഈ ഫണ്ടിൽ നിന്നാണ് നമ്മൾ മെമ്പർ കൺട്രികൾക്ക് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിക്വയർമെൻ്റ് ഉണ്ടെങ്കിൽ, വിദേശ രാജ്യങ്ങളിലെ കറൻസി ആവശ്യമുണ്ടെങ്കിൽ ഈ IMF നൽകുക. അപ്പോൾ ഇത് ഒരു റിസർവോയറാണ്. ഇതിൽ നിറച്ച് പല പല രാജ്യങ്ങളുടെ കറൻസി ഉണ്ടായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ലോകത്തെ ഏറ്റവും ശക്തമായ സമ്പദ് വ്യവസ്ഥ ഉള്ള രാജ്യങ്ങളുടെ കറൻസിക്കായിരിക്കും പ്രാധാന്യം ഉണ്ടായിരിക്കുക. ഓക്കെ. അപ്പോൾ ഒരു മോണിറ്ററി റിസർവ് ഫണ്ട് ഉണ്ട്. ഇതൊരു റിസർവോയറാണ്. ഇതിൽ നിന്ന് പണം നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിക്വയർമെൻറ്റിന് വേണ്ടിയിട്ട് ഇതിൽ നിന്നും പണം പ്രൊവൈഡ് ചെയ്യുന്നു IMF. ഓക്കെ. പിന്നെ മെമ്പർ കൺട്രികൾക്ക് ലെൻഡിങ് നൽകുന്നു, വായ്പാ സഹായം നൽകുന്നുണ്ട്. അവർക്ക് ഷോർട്ട് ടേം ഡിസീക്വിലിബ്രിയം വരികയാണെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാനായിട്ട് മെമ്പർ കൺട്രികൾക്ക് ലെൻഡിങ് പണം നൽകുന്നു. ഓക്കെ. പിന്നെ ഇത് നൽകുകയെന്ന് വെച്ചാൽ ഇത്ര സമയം വരെ എന്നാണ്. എപ്പോഴും ഡിസീക്വിലിബ്രിയം വരികയാണെങ്കിൽ അത് പ്രയാസമായിട്ട് വരും. പിന്നെ ഈ IMF നൽകുമ്പോൾ എപ്പോഴും അവർ പല റെഗുലേഷൻസ് ഉണ്ട്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. എങ്കിലേ അവർ പൈസ കൊടുക്കുള്ളൂ. അവർ നമ്മുടെ ഒരുപാട് കണ്ടീഷൻസ് പറയും. IMFൻ്റെ
പണം വെറുതെ നൽകൂല. ഒരു രാജ്യത്തിന് പണം നൽകുകയാണെങ്കിൽ അവരുടെ അതാണ് നമ്മൾ രാജ്യത്ത് പലപ്പോഴും പല ഗവൺമെൻറ്റുകളും ഇന്ത്യ രാജ്യത്ത് പലതും നടപ്പാക്കിയത് ഈ IMFൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മുടെ കർഷക പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ് രാജ്യത്ത്. അതിലും ഇവരുടെ IMFൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഗൈഡ് ലൈന് അനുസരിക്കുകയാണോ സർക്കാരിന് നമുക്ക് തോന്നിപ്പോവും. മനസ്സിലായല്ലോ. അതുകൊണ്ടാണ് ഇവർ ഇങ്ങനെ ശടിക്കുന്നത്. അപ്പം നമുക്ക് നമ്മൾ ഒരു വികസിത രാജ്യം, നമ്മുടെ ഇന്ത്യ ഒരു ഡെവലപ്പിംഗ് കൺട്രിയാണ്. സോ ഇന്ത്യ നീഡ് ദ അസിസ്റ്റൻസ് ഫ്രം ഓൾ ടൈപ്പ് ഓഫ് മൾട്ടിലാറ്ററൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. സോ they will provide some conditions if they lend something to our country. They will provide some conditions. So our country has to follow that conditions, otherwise they may not ലെൻഡ് മോർ ഇൻ ഫ്യൂച്ചർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഈ വിദേശ രാജ്യങ്ങൾക്ക് അല്ലെങ്കിൽ മെമ്പർ കൺട്രികൾക്കെല്ലാം ഫോറിൻ കറൻസി അല്ലെങ്കിൽ വായ്പകളെല്ലാം സഹായം ധനമായിട്ട് നൽകുന്നത്. ഓക്കെ, അതാണ് അടുത്തത് ഫങ്ഷൻസ്. പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ് സ്റ്റെബിലൈസ് ചെയ്യുക. മനസ്സിലായല്ലോ. അതുപോലെ ഇൻ്റർനാഷണൽ കൺസൾട്ടൻസിക്ക് ഒരു മെഷീനറി ആയിട്ട് പ്രവർത്തിക്കുക. റിസർച്ച് സ്റ്റഡി നടത്തുക. പിന്നെ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുക. എന്ത് റിസർച്ച് സ്റ്റഡിയാണ്? വേൾഡ് എക്കോണമിയെക്കുറിച്ച് റിസർച്ച് നടത്തുക. പിന്നെ റിപ്പോർട്ടുകളെല്ലാം പബ്ലിഷ് ചെയ്യുക. ഓക്കെ, ഒരു രാജ്യത്ത് വിജയകരമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രോഗ്രാംസ് പോവർട്ടി ഇറാഡിക്കേഷനൊക്കെ എന്തെങ്കിലും പ്രോഗ്രാംസൊക്കെ നടപ്പായിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാംസിനെ കുറിച്ചെല്ലാം റിസർച്ച് സ്റ്റഡിയെല്ലാം നടത്തിയിട്ട് അത് മറ്റുള്ള കൺട്രികളുടെ മുന്നിൽ അവതരിപ്പിക്കുക. ഓക്കെ, അപ്പം നമ്മുടെ മുഹമ്മദ് യൂസഫ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ബംഗ്ലാദേശിൽ. അയാൾ ഒരുപാട് ദാരിദ്ര്യം തുടച്ചു നീക്കിയത്. ബംഗ്ലാദേശിൽ ദാരിദ്ര്യം ഒരു പ്രത്യേക മൊത്തം രാജ്യത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ഒരു പ്രത്യേക അയാൾക്ക് കഴിയുന്ന ഒരു പ്രവർത്തന മേഖലയിൽ അയാൾ ഏർപ്പെടുന്നു. അയാളാണ് ഈ ഇതൊക്കെ കൊണ്ടുവരുന്നത്, മൈക്രോ ഫിനാൻസ് സിസ്റ്റമൊക്കെ. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഈ ചെയ്ത പരിപാടി പല രാജ്യങ്ങളിലും ഈ IMFൻ്റെ ഡെലിഗേറ്റ്സുകൾ പല രാജ്യങ്ങളിലും ഇത് ഈ മുഹമ്മദ് യൂസഫിൻ്റെ കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ വേ ഓഫ് ഹെൽപ്പിംഗ് പുവർ. വെറുതെ പൈസ കൊടുക്കുകയല്ല. കാരണം നമ്മളൊരു വ്യക്തിക്ക് പാവപ്പെട്ട ഒരാൾക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കാലത്തിലേ കൊടുക്കാൻ പറ്റുള്ളൂ. അയാൾക്കൊരു ജീവിതമാർഗം സൃഷ്ടിച്ചു കൊടുക്കുക അതാണ് ഇദ്ദേഹം ചെയ്തത്. അപ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള റിസർച്ചുകൾ രാജ്യങ്ങൾ റിസർച്ച് പിന്നെ അതുപോലെ റിപ്പോർട്ടെല്ലാം പബ്ലിഷ് ചെയ്യുന്നത് IMFൻ്റെ വേറൊരു ഫങ്ഷൻസാണ്. അതുപോലെ ഈ താരിഫ് ആൻഡ് ട്രേഡ് റെസ്ട്രിക്ഷൻസ് എല്ലാം പരമാവധി കുറയ്ക്കുക. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് ഇത് സംഭവം. രാജ്യങ്ങളിൽ അതിനെതിരെ ഇതൊക്കെ വരും, ഈ എതിർപ്പുകളൊക്കെ വരും. അപ്പോൾ അത് ചെയ്യണം. മനസ്സിലായല്ലോ. അതുപോലെ ഷോർട്ട് ടൈം ട്രെയിനിങ് കോഴ്സുകൾ, ഫിസിക്കൽ മോണിറ്ററി പോളിസികളിലെല്ലാം ഷോർട്ട് ടൈം ട്രെയിനിങ് കോഴ്സുകൾ കൊടുക്കുക. മനസ്സിലായല്ലോ. അപ്പോൾ എന്നുവെച്ചാൽ ഒരു പണവുമായുള്ള സമ്പദ് വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ശരിയായ രീതിയിലുള്ള അഡ്വൈസ് അല്ലെങ്കിൽ അതുമായുള്ള ടെക്നിക്കൽ കൺസൾട്ടൻസി സർവീസുകളെല്ലാം പ്രൊവൈഡ് ചെയ്യലാണ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ്. അപ്പോൾ എളുപ്പമാണ്. IMFൻ്റെ ഫങ്ഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാവുന്നതേ ഉള്ളൂ. ഫിസിക്കൽ മോണിറ്ററി പോളിസികളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും എഴുതുക. എക്സ്ചേഞ്ച് റേറ്റ് കൺട്രോൾ ചെയ്യുക. പാവപ്പെട്ട അല്ലെങ്കിൽ മെമ്പർ കൺട്രികളെ സഹായിക്കുക. മെമ്പർ കൺട്രികളുടെ ഷോർട്ട് ടൈം ഡിസീക്വിലിബ്രിയം പരിഹരിക്കാനായിട്ട് കറൻസി നൽകുക. പിന്നെ മോണിറ്ററി റിസർവ് ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്, അത് ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അത് അത്രയും ഒരു എളുപ്പമാണ്. താരിഫ് ആൻഡ് പിന്നെ ട്രേഡിൻ്റെ താരിഫൊക്കെ റെസ്ട്രിക്ഷൻ അതുപോലെയൊക്കെ കുറയ്ക്കുക. ഈ സാധനങ്ങളെല്ലാം കുറയ്ക്കുക. എങ്കിലാണ് ഇൻ്റർനാഷണൽ ഫ്ലോ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ രണ്ട് രാജ്യങ്ങൾക്കും ഗുണകരമാണ് എന്നാണ് ഇവർ വാദിക്കുന്നത്. ഞാനിതൊക്കെ പറയുമെങ്കിൽ പോലും ഇത് എല്ലാ രാജ്യങ്ങൾക്കും എത്രത്തോളം ഗുണപ്രദമാണ് എന്നൊക്കെ ഒരു പഠന വിഷയമാക്കേണ്ട കാര്യമാണ്. എനിവേ ഇന്ത്യക്ക് ഈ 1991 ന്യൂ എക്കണോമിക് പോളിസിയൊക്കെ വഴി ഇന്ത്യ രാജ്യം എക്കണോമിക്കലി വളരെ നല്ല ഒരു ലെവലിലേക്ക് വന്നു എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ IMFൻ്റെ ഫങ്ഷൻസ്. ഇനി IMFന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് ലെൻഡിങ് ചെയ്യുന്ന സമയത്ത്. മനസ്സിലായല്ലോ. അപ്പോൾ അവരെപ്പോഴും ഒരു രാജ്യത്തിൻ്റെ എക്കോണമി പരിശോധിക്കുകയും അല്ലെങ്കിൽ എക്കണോമിക് പോളിസികൾ പരിശോധിച്ച് എന്തെങ്കിലും തരത്തിലുള്ള കറക്റ്റീവ് മെഷേഴ്സ് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. എന്നിട്ടാണ് അവർ എന്ത് ചെയ്യുള്ളൂ, പൈസ കൊടുക്കുകയുള്ളൂ. ഓക്കെ, സോ എ കൺട്രി ഹാസ് ടു ഫുൾഫിൽ കണ്ടീഷണാലിറ്റി ഫോർ ഗെറ്റിംഗ് ലോൺ ഫ്രം ദ IMF.
അപ്പോൾ IMFൻ്റെ കുറച്ച് കണ്ടീഷണാലിറ്റീസ് ഉണ്ട്. എന്തിനു വേണ്ടി ഇത് പറയാനും വലിയ പാടാണ്. ഇങ്ങനെ ഒരു രാജ്യത്തിന് മെമ്പർ കൺട്രിക്ക് നമ്മുടെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ധാരാളം കണ്ടീഷണാലിറ്റീസ് IMF നൽകുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമ്മളെ കേരള ഗവൺമെൻറ്റൊക്കെ മുന്നേ മുണ്ട് മുറുക്കി എടുക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ എക്സ്പെൻസ് പരമാവധി റെഡ്യൂസ് ചെയ്തിട്ട്, മനസ്സിലായല്ലോ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ടാക്ലിങ് എന്ന് വെച്ചാൽ ഡിസീക്വിലിബ്രിയം നമുക്ക് ടാക്കിൾ ചെയ്യണമെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ അനാവശ്യമായ എക്സ്പെൻസുകൾ കുറയ്ക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു IMFൻ്റെ നിർദ്ദേശം, മനസ്സിലായല്ലോ. അപ്പോൾ കേരള ഗവൺമെൻറ്റൊക്കെ പറഞ്ഞിരുന്നില്ല മുണ്ട് മുറുക്കി കൊടുക്കുക എന്ന്. മറ്റേതിൽ പൈസ ഇല്ല, ഖജനാവിൽ എക്സ്ചക്കറിലൊന്നും പൈസ ഇല്ല, അപ്പം മുണ്ട് മുറുക്കി എടുത്ത് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പേപ്പറിലൊക്കെ കാണാം ഒരു മന്ത്രി ഇത്രയും പൈസ ചിലവാക്കി, വേറൊരു മന്ത്രി ഇത്രയും പൈസ ചിലവാക്കി, ഇത്രയും കേരളം ഇത്രയും ഓരോ മലയാളി ഇത്രയും കടത്തിലാവുന്ന സമയത്താണ് ഇവരിങ്ങനെ അനാവശ്യമായി പണം ചിലവാക്കുന്നതെന്ന് പറഞ്ഞ് പേപ്പറിൽ കാണാൻ പറ്റും. എനിവേ ഇത് IMFൻ്റെ പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ ഇതാണ്, എന്ത്, ദേ ഹാവ് ടു the country has to reduce expenditure in order to tackle balance of payment disequilibrium. ഓക്കെ, അതാണ് പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ. പിന്നെ ടൈംലി റീപേ നടത്തണം, മനസ്സിലായല്ലോ. ഈ ലോണുകളെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തന്നെ സമയത്ത് റീപ്ലേ എന്ന് പറയുന്നത് റീപേ നൽകണം. ഞാൻ നേരത്തെ റീപ്ലേ എന്നാ പറഞ്ഞു പോകുന്നുണ്ട്, എന്താണ് അറിയില്ല. അപ്പോൾ റീപേ നൽകണം, അതാണ് ഇപ്പോൾ രണ്ടാമത്തത്. അപ്പോൾ ദ കൺട്രി ഹാസ് ടു റീപേ ലോൺ ഇൻസ്റ്റാൾമെൻറ്റ്സ് ഇൻ എ ടൈംലി മാനർ. ഇംഗ്ലീഷ് പറയുമ്പോൾ വലിയ പ്രശ്നം വരുന്നില്ല, മലയാളത്തിലാവുമ്പോഴാണ് ഈ വിഘട സരസ്വതി കയറി വരുന്നത്. ഓക്കെ, അപ്പം ഇവരുടെ കയ്യിൽ ലിമിറ്റഡ് പൂൾ ഓഫ് ഫിനാൻഷ്യൽ സർവീസേ ഉള്ളൂ. അതെല്ലാം ഓരോരുത്തർക്കായിട്ട് ഇവരിങ്ങനെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഓരോ രാജ്യങ്ങളും തിരിച്ചടയ്ക്കുന്നത് ഇവർക്കെടുത്ത് വേറെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അപ്പോൾ തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ പ്രയാസമാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ രാജ്യം എപ്പോഴും പ്രോഡക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യണം, മനസ്സിലായല്ലോ. പ്രൊഡക്റ്റിവിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ടെക്നോളജി പ്രധാനമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം രാജ്യങ്ങൾ ചെയ്യണം, മനസ്സിലായല്ലോ. അതുപോലെ ഡെഫിസിറ്റ് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ രാജ്യം നൽകണം. ബാങ്കിങ് സിസ്റ്റം റിഫോം ചെയ്യണം, അതൊരു പ്രധാനപ്പെട്ട ഘടകം കേട്ടോ. ബാങ്കിങ് സിസ്റ്റം റിഫോം ചെയ്യുക. പിന്നെ ലാഭകരമല്ലാത്ത അൺപ്രോഫിറ്റബിൾ യൂണിറ്റുകളെല്ലാം അടച്ചു പൂട്ടുക. ഇപ്പോൾ ഇന്ത്യയിലൊക്കെ എത്രയോ സർക്കാർ സ്ഥാപനങ്ങൾ അടച്ചു പൂട്ടുന്നതൊക്കെ നമ്മൾ ഇതുമായിട്ട് വായിക്കണം. പിന്നെ കറപ്ഷൻ പരമാവധി കുറയ്ക്കണം, മനസ്സിലായല്ലോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ IMF സ്ട്രെസ് ചെയ്യുന്നതാണ്. ബിഫോർ ലെൻഡിങ് ലോൺ സർവീസ് ടു ദ മെമ്പർ കൺട്രി IMF സ്ട്രെസ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണിത്. അപ്പോൾ നമ്മുടെ രാജ്യത്തും ഇങ്ങനെ അഴിമതി കാര്യങ്ങളെല്ലാം പരമാവധി കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതുകൂടി വായിക്കാൻ, ടെക്നോളജി പരമാവധി പ്രയോജനപ്പെടുത്തുക. നമ്മുടെ ഇതൊക്കെ ഇല്ലേ, ഈ കൊമേഴ്സ്, അതുപോലെ ബാങ്കിങ്, ഇതൊക്കെ IMFൻ്റെ നിർദ്ദേശങ്ങളാണ്, മനസ്സിലായല്ലോ. അപ്പോൾ ഇതെല്ലാം നടപ്പിൽ വരുത്തുമ്പോഴാണ് IMFൽ നിന്ന് ശരിയായ രീതിയിലുള്ള നമുക്ക് ലോണുകൾ കിട്ടുള്ളൂ. പിന്നെ ലോൺ കിട്ടൽ മാത്രമല്ല പ്രധാനം, IMFൻ്റെ കണ്ടീഷണാലിറ്റീസ് അല്ലെങ്കിൽ അവരുടെ പ്രോഗ്രാംസ് എല്ലാം നമ്മൾ അംഗീകരിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന് അതിൻ്റെതായ എക്കണോമിക് പ്രോഗ്രസ് ഉണ്ട് എന്നുള്ളതാണ് വേറൊരു കാര്യം. അപ്പോൾ നമ്മുടെ രാജ്യവും ഈ രാജ്യത്ത് അവരുടെ പൈസ കൊണ്ട് ചെയ്ത കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് IMFന് സമർപ്പിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ അതുപോലെ വേറെ കുറച്ച് കണ്ടീഷൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് റിഫോംസ്, ടാക്സിൽ ഒരു പരിഷ്കരണം. ഓക്കെ, ഇപ്പോൾ GST ഒക്കെ അതുമായിട്ട് കൂട്ടി യോജിച്ച് വായിക്കുക. അപ്പോൾ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാൻ ടാക്സ് റിഫോംസ് നടത്തണം. അതുപോലെ പബ്ലിക് എൻ്റർപ്രൈസുകളുടെ അതായത് ഗവൺമെൻറ്റിൻ്റെ രീതിയിലുള്ള സ്ഥാപനങ്ങളുടെ പ്രൊഡക്റ്റുകൾ ലോസ് ഉണ്ടെങ്കിൽ, എഫിഷ്യൻസി കുറവുണ്ടെങ്കിൽ അതെല്ലാം അടച്ചു പൂട്ടണം. പിന്നെ അതിനെ നമ്മൾ തുടർന്ന് കൊണ്ടുപോകാൻ പാടില്ല. അതുപോലെ എക്സ്പോർട്ട് പ്രൊമോഷൻ, മനസ്സിലല്ല, എനർജി കൺസർവേഷൻ, ഇത് വളരെ പ്രധാനമായിട്ടാണ്. എക്സ്പോർട്ട് പ്രൊമോഷനും എനർജി കൺസർവേഷനും രാജ്യങ്ങൾ നടത്തണം. IMFൽ നിന്ന് പൈസ വാങ്ങണമെങ്കിൽ എക്സ്പോർട്ട് പ്രൊമോഷനും വേണം, എനർജി കൺസർവേഷനും വേണം. ഓക്കെ, എനർജി പരിരക്ഷിക്കുക, എനർജീനെ വെറുതെ എടുത്ത് ഉപയോഗിക്കുകയല്ല, പരിരക്ഷിക്കുക. പിന്നെ ഇപ്പം കൂടുതലായിട്ട് ഇതില്ല, ഇക്കോ സ്റ്റാൻഡേർഡ്,
എക്കണോമിക്കലി വൈബിളായിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് ഇപ്പോൾ കൂടുതലായിട്ട് എക്കണോമിക്കലി അല്ല ഇക്കോളജിക്കലി വൈബിളായിട്ടുള്ള പ്രോജക്റ്റുകൾക്ക് IMF പൈസ കൊടുക്കുന്നുണ്ട്. ഈവൻ നമ്മുടെ കോളേജിലടക്കം ചിലപ്പോൾ എന്നല്ല, നമ്മുടെ കോളേജിൽ IMFൻ്റെ ഫണ്ട് മുഖേന പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. നമ്മുടെ കോളേജ് എന്ന് പറഞ്ഞാൽ മൊത്തം കോളേജ് ഇതിൽ ഈ ഗ്രീൻ എക്കോണമി ഒക്കെ ഇല്ലേ, അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതുപോലെ ഈ രാജ്യത്തിൻ്റെ സ്റ്റഡി ഗ്രോത്തിനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോഗ്രാംസൊക്കെ രാജ്യം നടപ്പിലാക്കണം എങ്കിലൊക്കെയാണ്. അപ്പോൾ ഇത് നല്ലൊരു ഇതാണ്. നമ്മൾ ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് IMF എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. IMF എന്ന് വന്നു, അതിൻ്റെ ഒറിജിൻ, അതിൻ്റെ പിന്നിലുള്ള ഇവല്യൂഷന് കാരണമായിട്ടുള്ള കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾക്കറിയാം. 1930 അല്ലെങ്കിൽ 1929 വന്ന ഗ്രേറ്റ് ഡിപ്രഷൻ രാജ്യങ്ങൾ സമ്പദ് വ്യവസ്ഥ എല്ലാം ആപ്പിലാക്കി. അപ്പോൾ ആ സമയത്ത് ഈ രാജ്യങ്ങൾക്ക് ഒരു കറൻസിയുടെ മൂല്യം വല്ലാണ്ട് ഇടിയുന്നു. അപ്പോൾ ഗോൾഡ് സ്റ്റാൻഡേർഡ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ബൈമെറ്റലിസം, പിന്നെ ഗോൾഡ് സ്റ്റാൻഡേർഡ്, പിന്നെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ്, ഇനിയിപ്പം ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് നിൽക്കുന്നു. അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം രാജ്യങ്ങളുടെ കറൻസീൻ്റെ മൂല്യം വല്ലാണ്ട് ഇടിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രയാസമാണെന്ന് ആദ്യം മനസ്സിലാക്കിക്കുക. ഒരു രാജ്യം സാമ്പത്തികമായി തകരുക പറഞ്ഞാൽ അതിൻ്റെ അനുരണനം അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമ്മുടെ രാജ്യത്തടക്കം എത്തുമെന്നുള്ളത് ചിന്തിക്കണം. അപ്പോൾ ഒരു രാജ്യവും ദരിദ്രമായി അവരുടെ കറൻസീൻ്റെ മൂല്യം ഇടിയുക എന്ന് പറഞ്ഞാൽ വേൾഡ് എക്കോണമിക്ക് ദോഷമാണ്. വേൾഡ് എക്കോണമിക്ക് ദോഷമായാൽ നമ്മുടെ രാജ്യത്തിന് ദോഷമാണ്. ഓക്കെ, അപ്പോൾ IMF കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഓക്കെ.